മലയാളത്തിൽ ബുള്ളിയിങ്ങിന് കറക്റ്റായിട്ടുള്ള ഒരു വാക്കോ ഒരു ട്രാൻസ്ലേഷനോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പലരോടും ചോദിച്ചു, പക്ഷെ അതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന മീനിങ് ഉപദ്രവിക്കുക എന്നാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കൺസിസ്റ്റൻ്റായിട്ട് റെഗുലറായിട്ട് ഉപദ്രവിക്കുന്നതിനാണ് ബുള്ളിങ് എന്ന് പറയുന്നത്. ഒരു അഗ്രസീവ് ബിഹേവിയറാണത്. കൂടുതലും സ്കൂൾ കുട്ടികളിൽ കാണുന്നു. പക്ഷേ ഈ ബുള്ളിങ് സ്കൂളുകളിൽ മാത്രമല്ല, ഇത് നമ്മുടെ വർക്ക് പ്ലേസിൽ കാണാം, നമ്മുടെ വീടുകളിൽ കാണാം, നമ്മുടെ നെയ്ബർഹുഡിൽ കാണാം. ഇപ്പോൾ വീടുകളിലാണെങ്കിൽ ചിലപ്പോൾ മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ ബുള്ളി ചെയ്യുന്നത് കാണാം. അതെടാ, ഈ റൂമൊന്ന് അടിച്ചു വാരിടാന്ന് വിചാരിച്ചു വന്നതാ. നിന്റെ ശുദ്ധസംഗീതം കേട്ടപ്പോഴേ ആ മൂടങ്ങ് പോയി. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, കൊച്ചു തന്നെ ഞാൻ അടിച്ചു വാരിക്കോളാം. ചിലപ്പോൾ അച്ഛൻ അമ്മയോടായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നെയ്ബർ ആയിരിക്കാം. നെയ്ബർ ബാക്കിയുള്ളവരുമായിട്ട് എപ്പോഴും വഴക്കടിച്ച് കള്ളക്കേസ് കൊടുത്ത് അവർക്കെതിരെ എവിടെയും കംപ്ലൈൻറ്റ് കൊടുത്ത് ജീവിതം ദുസ്സഹമാക്കുന്നതും ബുള്ളിങ് ആണ്. അത് റെഗുലറായിട്ടുള്ളതാണ്. ഞങ്ങളെ അലന്തരത്ത് കാരണമാണ് സാറേ. അവൻ രാവിലെ എൻ്റെ ഭർത്താവും മക്കളും വയ്ക്കുമ്പോൾ അപ്പം കുളിക്കണം. കുളിക്കുന്നത് തെറ്റല്ലല്ലോ. കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ, വെയിൽ കിട്ടിയിട്ടില്ല, അത് കെട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കെട്ടൂല. ഞങ്ങളുടെ വീടിന്റെ മറ്റേ വന്നത് വിളിക്കണം, എല്ലാം കാണിച്ചു തന്നിട്ടാണ് അവൻ വിളിക്കുന്നത് സാറേ. വർക്ക് പ്ലേസിൽ ചിലപ്പോൾ ഒരു ബോസ് ബുള്ളി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോവർക്കർ മറ്റൊരാളെ ബുള്ളി ചെയ്യുന്നതായിരിക്കാം. മാഡം ചായ. കാല് തട്ടി എല്ലാം കയ്യിന്നു പോയി. അപ്പോൾ നമ്മൾ ബുള്ളിങ് എന്ന് പറയുമ്പോൾ ഇതൊരു അഗ്രസീവ് ബിഹേവിയറാണ്, റിപ്പീറ്റഡ് ആണ്, അൺവാണ്ടഡ് അഗ്രസീവ് ബിഹേവിയറിനാണ് നമ്മൾ ബുള്ളിങ് എന്ന് പറയുന്നത്. അത് റെഗുലറായിട്ട് നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടുമ്പോഴാണ് അത് ബുള്ളിങ് എന്ന് നമ്മൾ പറയുന്നത്. എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഈ രാജേഷിനടുത്ത് സംസാരിക്കുമ്പോൾ മജയാക്കി സംസാരിക്കണം. ഒരു പവർ ഇംബാലൻസ് കാണാം അതിനകത്ത്. ഈ ബുള്ളിങ് കാരണം ബുള്ളി ചെയ്യുന്ന ആൾക്കും ബുള്ളീഡ് ആകുന്ന ആൾക്കും, ദാറ്റ് ഇസ് ഉപദ്രവം ഏറ്റുവാങ്ങുന്ന ആൾക്കും പ്രശ്നങ്ങൾ കാണും. മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ പ്രശ്നങ്ങൾ കാണും. എന്തുകൊണ്ടാണ് ആൾക്കാർ ബുള്ളി ചെയ്യുന്നത്? ഈ ബുള്ളി ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ആൾക്ക് ഒരു ഡോമിനേഷൻ തോന്നും, ഒരു പവർ തോന്നാൻ വേണ്ടി മിക്കപ്പോഴും അത് ചെയ്യും. ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാത്ത ഒരാളായിരിക്കും. വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം. അവർക്ക് അവരെക്കുറിച്ച് തന്നെ മതിപ്പ് കാണില്ല. അത് മറയ്ക്കാനും അവർക്ക് പവർഫുള്ളായിട്ട് തോന്നാനും അവർ ബാക്കിയുള്ളവരെക്കാളും നല്ലതാണെന്ന് തോന്നാൻ വേണ്ടിയും ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്ത് ഉപദ്രവിച്ച് താഴ്ത്തി പെരുമാറുന്നതും ആകാം. ഇത് ലീവൈസിന്റെ ഷർട്ടാണല്ലോടാ സാർ? അത് മമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാ. ഓർ അവർ ഇതിനു മുമ്പേ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. മേ ബി സഹപാഠികളിൽ നിന്നും, അല്ലെങ്കിൽ പേരൻസ് ശരിക്കും ടോർച്ചർ ചെയ്യുന്നതോ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ ക്രൂരമായ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ. ഇപ്പോഴാണ് നീ ശരിക്കും നാഗവല്ലിയായത്. ഇനി കാണിക്കും. കാണിക്കടി. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ നടക്കുന്ന ഒരു മനുഷ്യൻ, സന്തോഷത്തോടെ നടക്കുന്ന ഒരു കുട്ടി വേറെ ആരെയും ഉപദ്രവിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമില്ല, സങ്കടമാണ്, ദേഷ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ വേണ്ടിയുള്ളൊരു ഉപാധിയായിട്ട് ബുള്ളിങ് ഉപയോഗിക്കാം. അപ്പോൾ ഹാപ്പി ആയിട്ടല്ലാത്ത ഒരാളാണ് ഉപദ്രവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു പവർ പ്ലേ ആണ്. ഒരാളുടെ പവർ കാണിക്കാനോ ഡോമിനേഷൻ കാണിക്കാനോ ആണ് ബുള്ളി ചെയ്യുന്നത്. 2, ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും. ഒരു പ്രാവശ്യം മാത്രം ഛേപ്പോ എന്ന് പറയുന്നതല്ല, പല പ്രാവശ്യം റെഗുലറായിട്ട് ഒരേ ആളിനോട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബുള്ളിങ്. നമ്മൾ നോക്കുമ്പോൾ പല ടൈപ്പ് ബുള്ളിങ് ഉണ്ട്. അത് വാക്കാലായിരിക്കാം, സ്ഥിരം കളിയാക്കുന്നതും കൊച്ചാക്കുന്നതും, ഓരോ പേര് വിളിക്കുന്നതും, തെറി വിളിക്കുന്നതും, സെക്ഷൽ കമൻസ് പറയുന്നതും, ഭീഷണിപ്പെടുത്തുന്നതും, ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നിൻ്റെ കാലൊടിക്കും, അല്ലെങ്കിൽ ഇടിക്കും, തൊഴിക്കും, ഇതെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും കൺസിസ്റ്റൻ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് ബുള്ളിങ് ആണ്. പിന്നെ സോഷ്യലി ബുള്ളിങ് ചെയ്യാം. സോഷ്യലി ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മുടെ കൂട്ടുകെട്ടിൽ കയറാൻ സമ്മതിക്കാത്തതും, ബാക്കിയുള്ളവരോട് പറയും ഈ ആളിനോട് കൂട്ടുകൂടരുത്, അവരെ ഐസൊലേറ്റ് ചെയ്യുക,
അതിപ്പോൾ സ്കൂളിൽ മാത്രമല്ല, കോളേജിലാവാം, വർക്ക് പ്ലേസിലാവാം, നെയ്ബർഹുഡിലാവാം. ഉദാഹരണം, ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ താമസിക്കുകയാണെങ്കിൽ ഒരു ഫാമിലിയെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ ഒഴിവാക്കി ഐസൊലേറ്റ് ചെയ്ത് അവരെ ഹരാസ് ചെയ്യാം. അതൊക്കെ ബുള്ളിങ് ആണ്. ആൻഡ് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിങ് അല്ല, ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബുള്ളിങ് ആണ്. അതിന് കോവേർട്ട് ബുള്ളിങ് എന്നാണ് പറയുന്നത്. നമ്മളെക്കുറിച്ച് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാം, നമ്മളെക്കുറിച്ച് കഥകൾ പരത്താം, എല്ലാവരെയും കള്ളക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. ബുള്ളിങ് സ്കൂളിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, എല്ലാ തലത്തിലും, ജോലി സ്ഥലത്തും താമസ സ്ഥലത്തും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നാണം കെടുത്തുക, ആൾക്കാരെ ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക, ഇതെല്ലാം ഒരു സോഷ്യൽ ബുള്ളിങ് ആണ്. അതുകൂടാതെ ഫിസിക്കൽ ബുള്ളിങ് ഉണ്ട്. ഫിസിക്കൽ ബുള്ളിങ് ആകുമ്പോഴാണ് നമുക്ക് സാധാരണ ശ്രദ്ധയിൽപ്പെടുന്നത്, നോട്ടീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ അടി കിട്ടിയതിൻ്റെ പാട് കാണാം, അല്ലെങ്കിൽ കാലൊടിയുക, അല്ലെങ്കിൽ മുഖത്ത് കരുവാളിച്ച് കിടക്കുക, ഇടിക്കുക, തൊഴിക്കുക, പിച്ചുക, തുപ്പുക, പിന്നെ തട്ടിയിടാൻ നോക്കുക, തള്ളിയിടാൻ നോക്കുക. ആൾക്കാരുടെ സാധനങ്ങൾ എടുത്തു മാറ്റുക. ഉദാഹരണം, ടിഫിൻ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ടിഫിൻ എടുത്ത് മാറ്റി നാളെ എനിക്ക് ഇത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് 10 രൂപ വേണം, അല്ലെങ്കിൽ 100 രൂപ നാളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നതും, പിന്നെ കൈകൊണ്ട് മുഷ്ടി ചുരുട്ടി ഇടിക്കുമെന്നൊക്കെ കാണിക്കുന്നതും, ഇതെല്ലാം ബുള്ളിങ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരാളോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബുള്ളിങ് ആണ്. സൈബർ ബുള്ളിങ് ഉണ്ട്. ഇതേ കാര്യം തന്നെ, ഹരാസ് ചെയ്ത് ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പോയി തെറി വിളിക്കുക, ഇവർ പ്രൈവറ്റായിട്ട് ഷെയർ ചെയ്ത കാര്യമോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പറഞ്ഞ കാര്യമോ ഒരു ഗ്രൂപ്പിൽ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് മീം ഉണ്ടാക്കുക, അങ്ങനെ പല കാര്യങ്ങളും, ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻ്റർനെറ്റിൽ ഇടുക. ഈ സൈബർ ബുള്ളിങ് അതുപോലെ പല രീതിയിലാണ്. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ബുള്ളിങ് നടക്കുന്നത് മിക്കവാറും സ്കൂളിനകത്തും, കോറിഡോഴ്സിലും, ടോയ്ലറ്റിൽ, ക്യാൻറ്റീനിൽ, പ്ലേ ഗ്രൗണ്ടിൽ, അങ്ങനെ പലയിടത്തുമാണ്. ഇപ്പോൾ ട്യൂഷന് പോവുകയാണെങ്കിൽ ഇതേ ആൾക്കാർ ട്യൂഷന് വരികയാണെങ്കിൽ അവിടെയും ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ടാവും. പക്ഷേ ക്ലാസ് റൂമിനകത്ത് കുറവായിരിക്കും. ബിക്കോസ് ആ ട്യൂഷൻ സെൻറ്ററിൽ കുട്ടികൾ കുറവായിരിക്കും, ടീച്ചേഴ്സിൻ്റെ അറ്റൻഷൻ കാണും. അപ്പോൾ ട്യൂഷന് വരുന്ന വഴിയോ പോകുന്ന വഴിയോ ആയിരിക്കാം ബുള്ളിങ് നടക്കുന്നത്. ഇൻ കേസ് കോളേജിലാണെങ്കിൽ ഇതുപോലെ തന്നെ ക്യാൻറ്റീൻ, കോറിഡോർ, പിന്നെ പ്ലേ ഗ്രൗണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. നെയ്ബർഹുഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക, മീറ്റിങ്ങിന് ബഹളം ഉണ്ടാക്കുക, ഒരാളെക്കുറിച്ച് ഗ്രൂപ്പിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, റെസിഡൻസ് ഗ്രൂപ്പിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, റൂമേഴ്സ് ഉണ്ടാക്കുക. അഡൾട്ട്സ് ആയതുകൊണ്ട് ഫിസിക്കൽ ബുള്ളിങ്, നേർക്കുനേറുള്ള ബുള്ളിങ് അവിടെ കുറവായിരിക്കും. മിക്കവാറും കോവേർട്ട് ബുള്ളിങ് ആയിരിക്കും. ആൾക്കാരെ നേരിട്ടല്ലാത്ത വളഞ്ഞ വഴി ചെയ്യുന്ന ബുള്ളിങ് ആയിരിക്കും അത്. ആ ബുള്ളിങ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫാമിലീസിനോട് അവരോട് സംസാരിക്കരുത്, അവരോട് കുറ്റം പറയുക, കൂട്ടുകൂടരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അഡൾട്ട് കോവേർട്ട് ബുള്ളിങ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ഇടയിൽ ഇത് ഫേസ് ടു ഫേസ് ഉള്ള ബുള്ളിങ് ആണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. ബുള്ളിങ് അനുഭവപ്പെടാൻ സാധ്യതയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടിയ കുട്ടികളോ, അല്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞ കുട്ടികളോ, അല്ലെങ്കിൽ കണ്ണാടി ഇട്ട കുട്ടികളോ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതോ, വേറെ ഹെയർ സ്റ്റൈൽ ഉള്ളതോ, എന്തെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ കളർ കുറഞ്ഞിട്ടോ കൂടുതലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ബേസിക്കലി ആ സ്കൂളിൽ കൂൾ എന്ന് തോന്നിക്കാത്ത കാര്യങ്ങളിലാണ് ബുള്ളി ചെയ്യപ്പെടുന്നത്. ഒറ്റയ്ക്ക് നടക്കുന്ന കുട്ടിയായിരിക്കാം, ചിലപ്പോൾ കണ്ടാൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് തോന്നത്തില്ലായിരിക്കാം, തന്നെത്താനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ബുള്ളിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ ബുള്ളി ചെയ്യാം. ആൻഡ് ലോ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികളെ പെട്ടെന്ന് ഇവർക്ക് മണത്തറിയാൻ പറ്റും. ഡിപ്രസ്ഡോ ആങ്ഷ്യസ് ആയിട്ടുള്ള കുട്ടികളാകാം, സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാകാം, ഇവർക്ക് മണത്തറിയാൻ പറ്റും ഇവരെയൊക്കെ. ബാക്കിയുള്ളവരുടെ അടുത്ത് പോപ്പുലർ അല്ലാത്ത കുട്ടികളും ലോണേഴ്സ് എന്ന് പറയുന്ന കുട്ടികൾ. ഈ ലോണേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഇമോഷണൽ, മെൻ്റൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണാം. അവർ ചിലപ്പോൾ നെർവസ് ആയിരിക്കും, ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനത്തെ സോഷ്യൽ സ്കിൽസ് കുറവുള്ള കുട്ടികൾ ചിലപ്പോൾ കാണും. അപ്പോൾ അവർ മിക്കവാറും വലിയ ഗ്യാങ്ങോ ഫ്രണ്ട്സോ ഇല്ലാതെ നടക്കുന്നവരായിരിക്കും. ഇവരെയൊക്കെ പെട്ടെന്ന് ബുള്ളീസ് മണത്തറിയും, ഐഡൻറ്റിഫൈ ചെയ്യും. ബുള്ളി ചെയ്യുന്ന എങ്ങനത്തെ ആൾക്കാരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടികൾ, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കുട്ടികൾ, വീട്ടിൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, പേരൻസ് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഒരുപാട് പണിഷ്മെൻറ്റ് ഏറ്റെടുക്കുന്ന കുട്ടികൾ, പേരൻസ് ബഹളം വെച്ച് അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന കുട്ടികൾ, ചിലപ്പോൾ അവരുടെ ദേഷ്യം മുഴുവനും വേറെ തിരിച്ചു ചെയ്യാത്ത കുട്ടികളുടെ മണ്ടയ്ക്കായിരിക്കും. പിന്നെ റൂൾസ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും, ബാക്കിയുള്ളവരെക്കുറിച്ച് നല്ലത് വിചാരിക്കാത്ത കുട്ടികളായിരിക്കാം, വയലൻസ് ആണ് എനിക്ക് പവർ തരുന്നതെന്ന് വിശ്വസിക്കുന്ന കുട്ടികളായിരിക്കാം.
ചിലപ്പോൾ അവർ അങ്ങനെ അല്ലെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ബുള്ളി ചെയ്യുന്നതായിരിക്കാം. സോറി നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് സ്റ്റഫ് ഒന്നും വലിക്കാൻ കൊടുക്കരുത്. അവരുടെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്യുമ്പോൾ ആ ഗ്യാങ്ങിൽ ചേർന്ന് പോകാൻ വേണ്ടി ഈ കുട്ടിയും കൂടെ ചിലപ്പോൾ ബുള്ളിയാകാൻ സാധ്യതയുണ്ട്. അവരെക്കാളും സൈസ് കൂടണമെന്നില്ല, ബാക്കിയുള്ള കുട്ടികളെക്കാളും സൈസ് കൂടണമെന്നില്ല. ബാക്കിയുള്ള കുട്ടികളെക്കാളും അവരുടെ ഫിസിക്കൽ സൈസ് അല്ല നോക്കുന്നത്, അവരുടെ പവർ കൂടുതലായിരിക്കും. പവർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സീനിയർ ആയിരിക്കാം, ചിലപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കാം, എല്ലാത്തിലും അച്ചീവ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കാം, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, വേറെ പല രീതിയിലുള്ള സ്ട്രെങ്സും പവറും അവർക്ക് കാണും. ആ പവറിൽ നിന്നാണ് ഈ പവർ ഇല്ലാത്ത കുട്ടികളെ കണ്ടുപിടിച്ച് ബുള്ളി ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കാരണം പറയും അവർ ഈ ബുള്ളി ചെയ്യാൻ വേണ്ടി. ഒരു കുട്ടി ബുള്ളി ചെയ്യപ്പെടുകയാണെങ്കിൽ, അഡൾട്ടാണേലും കുട്ടിയാണേലും, അവർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒരുപാട് സങ്കടം, ഒരുപാട് ലോൺലിനെസ്, അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പ് പാറ്റേൺസ് ഇതെല്ലാം മാറും. ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് മാറും, പേടിയായിരിക്കും. ഈ പേടികളും പ്രശ്നങ്ങളും എല്ലാം അവർ മുതിർന്നു വന്ന് അഡൾട്ട്ഹുഡിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് കാരണം ഈറ്റിംഗ് ശരിയാവില്ല, എക്സസൈസ് കാണില്ല, പേടിച്ച് പലയിടത്തും പോകാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ഇമോഷണൽ, ഫിസിക്കൽ, മെൻ്റൽ ഹെൽത്താണ് അവിടെ പ്രശ്നം വരുന്നത്. ഹെൽത്ത് കംപ്ലയിൻസ് തുടങ്ങാം, കാലുവേദന, കൈവേദന, സ്റ്റൊമക്ക് പെയിൻ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കാം. വയ്യമ്മ. എന്തു പറ്റി? വീണോ? പനിയാണ്. പനിയാ? ഇവിടെ നോക്കട്ടെ. പനിയൊന്നുമില്ല. നീ മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചൂട് പോലും ഇല്ല. പോയി കുളിച്ചാൽ മതിട്ടാ, മാറിക്കോളും. ഇല്ലമ്മ, ഉള്ളിലുണ്ട്. പിന്നെ സ്റ്റഡീസിൽ പുറകോട്ട് പോകാൻ തുടങ്ങും, സ്കോർ ചെയ്യുന്നത് കുറയും, പഠിക്കാൻ കോൺസെൻട്രേഷൻ കുറയും. ഇതുപോലെ തന്നെ അഡൾട്ട്സിനെ ബുള്ളി ചെയ്യുവാണെങ്കിൽ അവർക്കും ഡിപ്രഷൻ, ആങ്സൈറ്റി, ലോൺലിനെസ് ഇതെല്ലാം അവർക്കും ബാധകമാണ്. ആങ്സൈറ്റി വളരെ വലുതായിരിക്കും. ഇനി അടുത്തത് എന്താണ് എന്നുള്ള പേടിയായിരിക്കും. ഇതൊക്കെ ബാധിക്കും അവരെ. അവിടെയും സ്ലീപ്പ് പാറ്റേൺസ് ബാധിക്കും, ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രെസ്സ് കാണും, ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് അഫക്റ്റഡ് ആവും. ഈ ബുള്ളി ചെയ്യപ്പെടുന്ന ആൾക്കാരും മുതിർന്നതാണെങ്കിലും കുട്ടിയാണെങ്കിലും നല്ലപോലെ അഫക്റ്റഡ് ആവും. ബുള്ളികൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരാളെ ബുള്ളി ചെയ്യുകയാണെങ്കിൽ, ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ അവരുടെ കൂട്ടുകെട്ട് സിമിലർ ആൾക്കാരുമായിട്ടായിരിക്കും. അതിൽ ചിലപ്പോൾ ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ് ഇതെല്ലാം കാണാം. കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഫൈറ്റ്സിൽ ഏർപ്പെടാം, എവിടെയെങ്കിലുമൊക്കെ പോയി വഴക്കിടാം, പബ്ലിക് പ്രോപ്പർട്ടി ചിലപ്പോൾ നശിപ്പിക്കാം, സസ്പെൻഷൻ അല്ലെങ്കിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെയൊക്കെ വരുമ്പോൾ സ്കൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റീസ് നേരത്തെ തന്നെ തുടങ്ങാം. എക്സ്ട്രീം കേസസ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ക്രിമിനൽ റെക്കോർഡ് തന്നെ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ വളർന്നു വരുമ്പോൾ അവരുടെ പാർട്ട്നേഴ്സിനോടും പിന്നെ ബാക്കിയുള്ള അഡൾട്ട്സിനോടും അവരുടെ കുട്ടികളോടും പേരൻസിനോടും ഇവരോടൊക്കെ അബ്യൂസീവ് ആവാൻ ചാൻസ് ഉണ്ട്, നമ്മൾ തെറപ്പി എടുത്ത് അത് മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ അഡൾട്ട്സ് ആണ് ബുള്ളി ചെയ്യുന്നെങ്കിൽ, ഒരു നെയ്ബർഹുഡിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, കുറേ കാലം അവർ ബാക്കിയുള്ളവരെല്ലാം വിശ്വസിപ്പിക്കുക ഇന്ന ആൾക്ക് പ്രശ്നങ്ങളാണ്, ഇന്ന ആൾ ശരിയല്ല എന്ന്. കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമ്പോൾ ഇവരെ ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അൺലെസ് ആൻഡ് അൺടിൽ ഇതേ സ്വഭാവമുള്ള കുറേ പേര് ഒരുമിച്ച് അവർക്കൊരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇവർ ഐസൊലേറ്റ് ചെയ്യപ്പെടാം. ബുള്ളിങ് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ഇത് അഫക്റ്റ് ചെയ്യാം. അവർക്കൊരു പേടിയും ആങ്സൈറ്റിയും വരാം. അവരും ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അവരും വിചാരിക്കും എന്നെ എപ്പോഴാണ് ഇവർ ബുള്ളി ചെയ്യാൻ പോകുന്നത്. ഈ കൂട്ടരെ കാണുമ്പോൾ അവർ ഒളിച്ച് നടക്കും. ഫിസിക്കലായിട്ടും എല്ലാവർക്കും കാണാൻ തക്ക വിധത്തിൽ ബുള്ളിങ് ആണെങ്കിലാണ് ഈ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുക. അല്ലാതെ കോവേർട്ട് ബുള്ളിങ് ആണ്, സൈബർ ബുള്ളിങ് ആണ്, വേറെ ആർക്കും അറിയില്ല, അടുത്തുനിന്ന് പറയുക നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം, ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുകയാണെങ്കിൽ, വേറെ ആരും കാണാത്ത രീതിയിലാണെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് കാണില്ല. പക്ഷെ തള്ളുക, അടിക്കുക, ഇടിക്കുക, കളിയാക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകുക. അവരെയും അത് ഇമോഷണലിയും മെൻ്റലിയും വളരെയേറെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്കും പേടിയും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ വരാം. ബുള്ളിങ്ങിൽ നിന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ ആയിട്ടൊരു കോറിലേഷൻ ഉണ്ട്. അത് എക്സ്ട്രീം കേസസിലാണ് അങ്ങനെ വരുന്നത്. കുട്ടികൾക്ക് എങ്ങും പോയി പറയാൻ പറ്റാതെ വരുമ്പോഴും ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴും ഒരുപാട് പേടിയും അങ്ങനെ പല പല ഫാക്ടേഴ്സ് കൂടെ വരുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യയിലോട്ട് അത് നയിക്കാം. ഇൻ കേസ് കുട്ടി പോയി കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനൊരു റെമഡി കാണുകയാണെങ്കിൽ അത് ഓക്കെ ആവും. പല കുട്ടികളും ഈ ബുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ പേരൻസിനോടും ടീച്ചേഴ്സിനോടും പോയി കംപ്ലയിൻറ്റ് ചെയ്യാറില്ല. ഒരു ബുള്ളിങ് സിനാറിയോയിൽ കുറേയേറെ ഡിഫറെൻ്റ് ആൾക്കാർ കാണും.
1 ബുള്ളി ചെയ്യുന്ന കുട്ടി, 2 ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടി, 3 ഈ ബുള്ളി ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ കാണും. അവർ ഡയറക്റ്റ്ലി ബുള്ളി ചെയ്തില്ലെങ്കിലും ഒരു അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കും. എടാ ഇതിട് അത് ചെയ് എന്ന് പറയുമ്പോൾ ഉടനെ ആ കുട്ടി അത് പോയി ചെയ്യും. ജസ്റ്റ് ആ ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ ഈ കളിയാക്കുമ്പോൾ കൂടെ നിൽക്കും. ഇവരുടെ ഗ്യാങ്ങിലല്ലായിരിക്കും, പക്ഷെ കൂടെ നിന്ന് ചിരിക്കും, കൈകൊട്ടും, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ മറ്റേ കുട്ടിയെ കാണുമ്പോൾ കളിയാക്കും. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാത്ത ഔട്ട്സൈഡേഴ്സ് ഉണ്ട്. ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കില്ല, എന്നാൽ ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയുമില്ല. ജസ്റ്റ് ബുള്ളി ചെയ്യുന്നത് കാണുന്നു, അവർ അവിടെ നിന്ന് നീങ്ങുന്നു. ഇതിനെക്കുറിച്ച് ബുള്ളി ചെയ്യുന്ന കുട്ടിയോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ബുള്ളി ചെയ്യപ്പെട്ട കുട്ടിയോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയോ ടീച്ചറിനോട് പറയുകയോ പ്രിൻസിപ്പളിനോട് പറയുകയോ അല്ലെങ്കിൽ പേരൻസിനോട് പറയുകയോ ഒന്നും ചെയ്യാത്ത കുട്ടികളാണ് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത്. ഈ കുട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്ന കുട്ടികൾ കാണും. അത് ചിലപ്പോൾ ബുള്ളി ചെയ്യുന്ന കുട്ടിക്കെതിരെ സംസാരിക്കുന്ന രീതിയിലായിരിക്കാം, ഇല്ലെങ്കിൽ ടീച്ചറിനോട് പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുട്ടിയെ പിന്നീട് കാണുമ്പോൾ ഓക്കെ എന്ന് ചോദിക്കുന്നതായിരിക്കാം. ഇങ്ങനെ കുറേ ടൈപ്പ് ആൾക്കാർ കാണും ഈ ഒരു ബുള്ളിങ് സിനാറിയോയിൽ. ചില കുട്ടികൾ ബുള്ളി ചെയ്യുകയും ചെയ്യും, ഉപദ്രവിക്കുകയും ചെയ്യും, ബുള്ളി ചെയ്യപ്പെടുകയും ചെയ്യും, ഉപദ്രവം ഏറ്റുവാങ്ങുകയും ചെയ്യും. നീ വന്നു കയറിയപ്പോ തന്നെ ഭയങ്കര ഷോ ആണല്ലോടാ. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് നടക്കുന്ന കുട്ടികൾക്ക് പഠനങ്ങൾ പറയുന്നത് ഡിപ്രഷൻ വരാൻ സാധ്യത കൂടുതലാണെന്നാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഈ രണ്ടും ചെയ്യുന്ന കുട്ടികളാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇമോഷണൽ പ്രോബ്ലം അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻ്റർവെൻഷൻ നടത്തുമ്പോൾ ഒരു കാര്യം സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ആണെങ്കിൽ ആ ക്ലാസ് റൂമിൽ ബുള്ളി ചെയ്യുന്ന കുട്ടിയും ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടിയും കണ്ടു നിൽക്കുന്ന കുട്ടിയും നിർവികാരമായിട്ട് ഒന്നിലും ഇടപെടാത്ത കുട്ടിയെയും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടിയും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന കുട്ടിയും അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന കുട്ടിയും എല്ലാവർക്കും ഇതിനകത്ത് ഇൻ്റർവെൻഷൻ ആവശ്യം കാണും. എല്ലാവരെയും നമ്മൾ സംസാരിച്ച് കൗൺസിൽ ചെയ്ത് ബിഹേവിയറൽ മാറ്റം വരുത്താൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പലപ്പോഴും കുട്ടികൾ ബുള്ളിങ് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മടി കാണിക്കാറുണ്ട്. അത് മേ ബി ബിക്കോസ് അവർ വിചാരിക്കും ഞാൻ തന്നെ അത് സോൾവ് ചെയ്യാം, ഞാൻ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാം, അവരെ അവോയ്ഡ് ചെയ്ത് നടന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇവരെ കണ്ടുപിടിച്ച് ഇവരുടെ പുറകെ പോകുന്നതായിരിക്കും ബുള്ളികൾ. പിന്നെയും കളിയാക്കപ്പെടും, അല്ലെങ്കിൽ ഭീഷണി ഉള്ളപ്പോൾ പറഞ്ഞാൽ നിന്നെ ഇത് ചെയ്യും അത് ചെയ്യും, അപ്പോൾ ആ പേടി കാണും. പിന്നെ വീണ്ടും ബുള്ളി ചെയ്യുമെന്നായിരിക്കും അവരുടെ പേടി. അവർ വിചാരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവർ വളരെ വീക്കായിട്ട് കാണപ്പെടുമെന്നോ, അല്ലെങ്കിൽ പേരൻസിൻ്റെ മുമ്പിൽ അവർ വളരെ വീക്കായിട്ട് കാണപ്പെടുമെന്നോ, അല്ലെങ്കിൽ പേരൻസിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാനോ, അങ്ങനെ പല കാരണങ്ങളായിട്ടും ഈ കുട്ടികൾ ബുള്ളിങ് റിപ്പോർട്ട് ചെയ്യില്ല, കംപ്ലയിൻറ്റ് ചെയ്യില്ല. ചെറുതായിട്ടൊരു ലൈനിൽ ആദ്യം എനിക്ക് സ്കൂളിൽ പോകണ്ട, അവരെല്ലാം ഇങ്ങനെ കളിയാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഡൽട്സ് എന്താ പറയുക, അതൊന്നും വലിയ കാര്യമില്ല, ചുമ്മാ അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വീണ്ടും ഉന്തിയും തള്ളിയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. അവരൊന്ന് ചെറുതായിട്ട് പറഞ്ഞു നോക്കുന്നതാണ്. നമ്മൾ നമ്മുടെ തിരക്കിനിടയിൽ അത് ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തൊന്നും വരില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും എടുക്കില്ല, പേരൻസ് ആണെങ്കിലും അത് വലിയ കാര്യമാണോ, നമ്മളെയൊക്കെ എത്രയാണ് കളിയാക്കിയിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്തല്ലേ വളർന്നത് എന്ന രീതിയിൽ നമ്മൾ ഈ കുഞ്ഞിൻ്റെ അടുത്ത് അതേ ലാഘവത്തോടെ പറയും. ചിലപ്പോൾ ആ കുട്ടി വലിയൊരു പ്രോബ്ലം തന്നെയായിരിക്കും പറയാനിരുന്നത്, പക്ഷെ നമ്മൾ അത്രയും ലാഘവത്തോടെ പറഞ്ഞതുകൊണ്ട് ഫേർദറായിട്ട് ആ കുട്ടി അത് പറയാതെ പോകുന്നതായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് എപ്പോഴും റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. സൈബർ ബുള്ളിങ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പേടി വരാം. നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പ്രിവിലേജസ് എടുത്തു മാറ്റുമോ, ഫോൺ കൊടുക്കാതിരിക്കുമോ, ലാപ്ടോപ്പ് കൊടുക്കാതിരിക്കുമോ, അങ്ങനെയൊക്കെ അവർക്ക് പേടികൾ കാണും. ഇല്ലെങ്കിൽ അവരാരെങ്കിലും ചീത്ത പറഞ്ഞ ഒരു ലൈനോ മറ്റോ പേരൻസ് കാണുമെന്നോ ടീച്ചേഴ്സ് കാണുമെന്നോ ഒക്കെ പേടി കാണും. അങ്ങനെയുള്ള പേടികൾ കാരണം സൈബർ ബുള്ളിങ് ആണെങ്കിലും അത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യില്ല കുട്ടികൾ. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് ബുള്ളി ചെയ്യപ്പെടുകയാണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചിലപ്പോൾ ശരീരത്തിൽ ഇഞ്ചുറീസ് കാണാം, ചിലപ്പോൾ ഇട്ടുകൊണ്ട് പോയ യൂണിഫോം വളരെ ഡേർട്ടി ആയിരിക്കാം, പൊടിയൊക്കെ ചെളിയൊക്കെ പറ്റി. അത് ഫ്രീക്വൻ്റ് ആയിട്ട് റെഗുലറായിട്ട് സ്പോർട്സിനല്ലാതെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോവുക, അല്ലെങ്കിൽ കാശ് പൊടുന്നതിനെ എല്ലാ ദിവസവും ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് കാശ് കാണാതെ പോകുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര വിശപ്പ് പറയുന്നു. ബിക്കോസ് അവരുടെ ടിഫിൻ ചിലപ്പോൾ ആ ബുള്ളി ചെയ്യുന്ന ആ കുട്ടി എടുത്തിട്ടുണ്ടാവാം. പിന്നെ സ്കൂളിൽ പോകാൻ താല്പര്യം കാണിക്കാതെ വയറുവേദന, കാലുവേദന എന്നൊക്കെ സ്ഥിരം ഒരു സുപ്രഭാതത്തിൽ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കണം.
പഠിത്തത്തിൽ പുറകോട്ട് പോകാൻ തുടങ്ങുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കണം. പെട്ടെന്ന് ആരോടും സംസാരിക്കാതെ വരികയും പിന്നെ കോൺഫിഡൻസ് കുറയുകയും ഡിപ്രഷൻ പോലെ കാണിക്കുകയും സൂയിസൈഡലായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ട് നന്നായിട്ട് കോണ്ടാക്റ്റ് വെച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട് സർക്കിളുമായിട്ട് കൂടുതൽ ടച്ച് ഇല്ലാതെ വരിക, ഒറ്റയ്ക്ക് നടക്കുക, പുറത്തു പോയിക്കൊണ്ടിരുന്ന കുട്ടി കൂടുതൽ പുറത്തു പോകാതെ ആവുകയും പേഴ്സണാലിറ്റിയിൽ ഒരു ചെറിയ മാറ്റം വരികയും നോർമലായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറേ മാറ്റം വരികയും കഴിക്കുന്നതിൽ വ്യത്യാസം വരികയും സ്ലീപ്പിംഗ് പാറ്റേണിൽ വ്യത്യാസം വരികയും ഉറങ്ങുന്നത് ചിലപ്പോൾ ഒരുപാട് ഉറങ്ങുകയും അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലായ്മയും ഒക്കെ ആകുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കുക, സ്കൂളിൽ പേരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോകാതിരിക്കുക, ഫാമിലി മെമ്പറാണ് ബുള്ളി ചെയ്യുന്നതെങ്കിൽ ആ ഫാമിലി മെമ്പറിനെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ അവർ പണ്ട് എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോഴും പിന്നെ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നില്ലേ, പുറത്തു പോകുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടി വരും. ടീച്ചേഴ്സ്, ട്യൂഷൻ ടീച്ചേഴ്സ്, പേരൻസ് ആര് നോട്ടീസ് ചെയ്താലും ഒരു ഇൻ്റർവെൻഷൻ അത്യാവശ്യമാണ്. ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അഡൾട്ട്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അഡൾട്ട് അത് കാണുമ്പോൾ ചോദിച്ചറിയാൻ നോക്കുക. പേരൻസ് ബിസി ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളത് നോട്ടീസ് ചെയ്തില്ലെന്ന് വരും. ടീച്ചേഴ്സ് ക്ലാസ്സിലൊരു 45 കുട്ടികളുടെ ഇടയിൽ ഒരാളുടെ സ്വഭാവ വ്യത്യാസം വരുന്നത് ഗ്രേഡ്സ് മാറുമ്പോഴായിരിക്കും മിക്കവാറും ടീച്ചർ നോട്ടീസ് ചെയ്യുന്നത്. പക്ഷേ ട്യൂഷൻ ടീച്ചേഴ്സ് കുറച്ചുകൂടി ആക്സസ് കാണും. ബിക്കോസ് കുറച്ച് കുട്ടികളെ അവിടെ കാണുകയുള്ളൂ, കുറച്ചുകൂടെ പേഴ്സണലായിട്ടൊരു കണക്ഷൻ കാണും. ഇതിലേതെങ്കിലും ഒരാൾ ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം, മുതിർന്ന ബ്രദറോ സിസ്റ്ററോ ഒക്കെ ആയിരിക്കാം. ആരെങ്കിലും ഇതുപോലെ വ്യത്യാസങ്ങൾ ആ കുട്ടിയിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്യുക, കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മൾ ഇരുത്തം വന്ന് കാമായിട്ടിരുന്ന് നമ്മൾ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അത് ചിലപ്പോൾ ബുള്ളിങ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഇതുപോലൊരു ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച് കുറേ ദിവസത്തിനുള്ളിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യേണ്ടതാണ്, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. അതിന് നമ്മൾ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ചെയ്തേ പറ്റും. സൈബർ ബുള്ളിങ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ കുട്ടി മിക്കപ്പോഴും ഒന്നെങ്കിൽ ഓൺലൈൻ പോകുന്നത് കുറയ്ക്കും, അല്ലെങ്കിൽ ഒരുപാട് കൂട്ടും. ഇടയ്ക്കിടെ ചിലപ്പോൾ കമ്പ്യൂട്ടറും ഫോണും ഉപയോഗിക്കാം. പുതിയ കോണ്ടാക്ട്സ്, പുതിയ സോഷ്യൽ നെറ്റ്വർക്ക് ഒക്കെ ഇവർക്ക് ഉണ്ടായി വന്ന് വരാം. ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജസ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങും. ആൻഡ് ഓൺലൈൻ ബിഹേവിയർ, ഓൺലൈനിൽ ഇരിക്കുന്ന സമയവും സന്ദർഭവും ഒക്കെ പെട്ടെന്നൊരു മാറ്റം വരാം. പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അടയ്ക്കുകയോ ഇതുവരെയും കാണിക്കാത്ത കുറേ സ്വഭാവങ്ങൾ കാണിക്കുകയാണെങ്കിൽ സൈബർ ബുള്ളിങ് ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അതൊരു അഡൾട്ട് റെസ്പോൺസിബിലിറ്റിയാണ്. അതിപ്പോൾ ഒരാൾ കണ്ടുപിടിച്ചില്ലെങ്കിലും മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാം. ഇൻ്റർവെൻഷൻ നടത്തണം. സ്റ്റഡീസ് പറയുന്നത് 93% കുട്ടികൾക്കും പേരൻസിനോട് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ അഡൾട്ട്സിനോട് പറഞ്ഞില്ലെങ്കിലും അവരിടപെട്ട് അത് നിർത്തണം എന്നാണ് അവർ അതിയായ ആഗ്രഹം. ആൻഡ് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി അഡൾട്ട് ടു മേക്ക് ഷുവർ ദ ചൈൽഡ് ഇസ് സേഫ്. അത് പേരൻസ് ആകാം, ഗ്രാൻഡ് പേരൻസ് ആകാം, ടീച്ചറാകാം, പ്രിൻസിപ്പൽ ആകാം, ട്യൂഷൻ ടീച്ചറാകാം, അങ്കിൾ ആൻറ്റി ആരുമാകാം. If you notice that the child is behaving differently from before, then intervention is very necessary. നമ്മൾക്ക് ബുള്ളിങ് എങ്ങനെ നിർത്താമെന്ന് ചോദിച്ചാൽ അതിൽ ഫാമിലിയുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ബുള്ളിയാണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ കുട്ടികളെ ഹരാസ് ചെയ്യാറുണ്ടോ, അബ്യൂസ് ചെയ്യാറുണ്ടോ, നമ്മുടെ പാർട്ട്ണറിനെ അബ്യൂസ് ചെയ്യാറുണ്ടോ, നമ്മുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്യാറുണ്ടോ, പേരൻസിനെ, സിബ്ലിങ്സിനെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ നെയ്ബേഴ്സിനെ ആരെങ്കിലുമൊക്കെ നമ്മൾ ബുള്ളി ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരോട് പെരുമാറുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതെല്ലാം കണ്ടു പഠിക്കുന്നതാണ് കുട്ടികൾ. കുട്ടികളോട് നീ ബുള്ളി ചെയ്യരുത്, നീ സ്മോക്ക് ചെയ്യരുത്, നീ എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞാലും കുട്ടി അത് അനുസരിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടേ അവർ പഠിക്കുകയുള്ളൂ. അവർ കേട്ട് പഠിക്കില്ല, അവർ കണ്ടേ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാനൊരു ബുള്ളിയാണോ എന്ന്. അതിൽ യെസ് ആണ് ആൻസർ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അത് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുത്തണം. കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് അതെന്താണ് സ്നേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. വേറെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, ഫാമിലി ആയിട്ട് പോകാം, അല്ലെങ്കിൽ കുട്ടിയെ മാത്രമായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. ബുള്ളിങ്ങിനെ കുറിച്ചൊരു ഓവർവ്യൂ കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് ആൻറ്റി റാഗിങ് ആക്ട് ഉണ്ട്. ആൻറ്റി റാഗിങ് റൂൾസ് ഇന്ത്യയിൽ നിലവിലുള്ളതാണ്.
അപ്പോൾ അതൊരു ക്രൈമാണ്, ഇല്ലീഗലാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബുള്ളിങ് ചെയ്യപ്പെട്ടാലും ബുള്ളി ചെയ്യാനാണെങ്കിലും ഈ ഒരു അറിവ് അവർക്കുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റൈറ്റ്സ് മനസ്സിലാകും. ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആ ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫീൽ ഫ്രീ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഇതെല്ലാം ഒരു കുഞ്ഞിനും അഡൾട്ടിനും ഒക്കെയുള്ള ബേസിക് റൈറ്റ്സ് ആണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്ന റൈറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ റൈറ്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്ന് നമ്മൾ അവരെ ബോധവൽക്കരിക്കണം. ബിക്കോസ് ആ ഒരു ബോധമില്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് പോയാൽ അവർക്ക് മനസ്സിലാവുക പോലുമില്ല. ഈ റൈറ്റ്സ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്നത് കണ്ട് മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളും അത് മനസ്സിലാക്കുകയുള്ളൂ. സോ ടു സം അപ്പ്, ബുള്ളിങ് ചെയ്യുന്നത് ഹാപ്പി അല്ലാത്ത ആൾക്കാരാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ ബാക്കി ആരെയും ഉപദ്രവിക്കില്ല.